തമിഴ്നാട് തേനി ജില്ലയുടെ ഭാഗമായ ബോഡിമെട്ട് ബോഡി നായ്ക്കന്നൂർ റോഡ് കാഴ്ചയുടെ ധാരാളിത്തമൊരുക്കുന്ന ഇടമാണ്. കേരളത്തെയും തമിഴ്നാടിനെയും ബന്ധിപ്പിക്കുന്ന ഈ റോഡ് അപകടം പതിയിരിക്കുന്ന ഒരു പാത കൂടിയാണ്. 17 ഹെയർപിൻ വളവുകളാണ് ഈ റോഡിന്റെ പ്രത്യേകത. കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് ഈ റോഡിലൂടെ യാത്ര ചെയ്യുന്നവർ അതീവ ശ്രദ്ധയോടെ വേണം വാഹനം ഓടിക്കാൻ. ദിവസങ്ങൾക്ക് മുമ്പുണ്ടായ വാൽപ്പാറ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു തുടരെയുള്ള ഹെയർപിൻ വളവുകൾ താണ്ടിയുള്ള യാത്രയും യാത്രക്കിടയിലെ അപകട സാധ്യതകളുമൊക്കെ ചർച്ചയായത്. വാൽപ്പാറ ചുരം റോഡിലൂടെ അതീവ ശ്രദ്ധയോടെ വാഹനം ഓടിക്കേണ്ടതിന്റെ ആവശ്യകതയായിരുന്നു ഈ ചർച്ചകൾക്കും വിശകലനങ്ങൾക്കും അടിസ്ഥാനം. സമാന രീതിയിൽ കണ്ണിമ ചിമ്മാതെ അങ്ങേയറ്റം ശ്രദ്ധയോടെ വാഹനം ഓടിക്കേണ്ടുന്ന മറ്റൊരു പാതയാണ് തമിഴ്നാട് തേനി ജില്ലയുടെ ഭാഗമായ ബോഡിമെട്ട് ബോഡി നായ്ക്കന്നൂർ റോഡ്. ഇടുക്കിയുടെ അതിർത്തി മേഖലയായ ബോഡിമെട്ടിനെയും ബോഡി നായ്ക്കന്നൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഈ റോഡ്. ദിവസവും മൂന്നാറിൽ നിന്നടക്കം നൂറുകണക്കിന് ആളുകൾ ബോഡി നായ്ക്കന്നൂരിലേക്കും തിരികെയും യാത്ര ചെയ്യുന്ന പാത. കാഴ്ചയുടെ ധാരാളത്വം ഒരുക്കുന്ന ഇടം കൂടിയാണ് ഈ പാത. ഇവിടെ നിന്നുള്ള ബോഡി നായ്ക്കന്നൂർ പട്ടണത്തിൻ്റെയും മറ്റ് തമിഴ്നാടൻ ഗ്രാമങ്ങളുടെയും ദൂരക്കാഴ്ച വളരെ മനോഹരമാണ്. 17 ഹെയർപിൻ വളവുകളാണ് ബോഡിമെട്ട് ബോഡി നായ്ക്കന്നൂർ റോഡിൻ്റെ പ്രത്യേകത. മലയിടുക്കിലൂടെ വളഞ്ഞു തിരിഞ്ഞ് ദൂരേക്ക് പോകുന്ന റോഡിൻ്റെ കാഴ്ചയും മനോഹരം തന്നെ. എന്നാൽ വാൽപ്പാറ ചുരം റോഡ് പോലെ തന്നെ ശ്രദ്ധ കൈവിടാതെ വേണം ബോഡിമെട്ടിൽ നിന്നും ബോഡി നായ്ക്കന്നൂരിലേക്കുള്ള ചുരം ഇറങ്ങുവാൻ. തുടരെയുള്ള വളവുകൾക്കൊപ്പം വീതി കുറവും റോഡിൻ്റെ പല ഭാഗത്തുമുണ്ട്. ചുരം കയറി വരുന്ന ഭാരവാഹനങ്ങളും തമിഴ്നാട് കേരള ബസ്സുകളുമൊക്കെ ധാരാളം ഉണ്ടാകും ഈ റോഡിൽ. റോഡിൻ്റെ ഒരു ഭാഗത്ത് വലിയ പാറക്കെട്ടെങ്കിൽ മറുഭാഗത്ത് കീഴ്ക്കാം തൂക്കായ കൊക്കയാണ്. വാൽപ്പാറ ദുരന്തമെന്ന പോലെ വാഹനങ്ങൾ കൊക്കയിലേക്ക് പതിച്ചുള്ള അപകടങ്ങൾ ബോഡിമെട്ട് ബോഡി നായ്ക്കന്നൂർ റോഡിലും സംഭവിച്ചിട്ടുണ്ട്. അണുവിട ശ്രദ്ധ തെറ്റാതെ വളരെ വേഗത കുറച്ചു വേണം ഇതുവഴി വാഹനം ഓടിക്കാൻ. ഹെയർപിൻ വളവുകളുടെ വീതി വർദ്ധിപ്പിക്കുകയും സുരക്ഷാ വേദികൾ സ്ഥാപിക്കുകയുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇനിയും സുരക്ഷയൊരുക്കേണ്ടുന്ന ഇടങ്ങൾ ഈ പാതയുടെ പലയിടത്തുമുണ്ട്. അതീവ ശ്രദ്ധയോടെ വാഹനം ഓടിച്ച് ചുരമിറങ്ങിയാൽ എത്തുന്നത് കാർഷിക പെരുമ തിങ്ങിയ തമിഴ്നാടൻ ഗ്രാമങ്ങളിലേക്കാണ്. ന്യൂസ് ബ്യൂറോ, അടിമാലി.